തിരുവനന്തപുരത്ത് പോലീസിന് നേരെ കത്തിവീശി കാപ്പ കേസ് പ്രതിയുടെ പരാക്രമം. വെടിവെച്ച് SHO. രക്ഷപ്പെടാൻ ശ്രമിച്ച കൈലി കിരൺ കാട്ടാക്കടയിൽ നിന്ന് പിടിയിൽ. തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവിടെ വല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ. തൃശൂരിൽ ഗർഭിണിയായ യുവതി ഭർത്തൃവീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യ അർച്ചന. മൃതദേഹം കണ്ടെത്തിയത് വീടിന് പിന്നിലെ കാനയിൽ. ഭർത്താവ് മർദ്ദിച്ചിരുന്നതായി അർച്ചനയുടെ കുടുംബം. ആദിലക്ഷ്മിക്കും യദുകൃഷ്ണനും പ്രിയപ്പെട്ടവരുടെ യാത്രാമൊഴി. പത്തനംതിട്ട കോന്നിയിൽ ഓട്ടോ മറിഞ്ഞു മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന്. ശ്രീനാരായണ സ്കൂളിൽ പൊതുദർശനം. വീണ്ടും ജീവനെടുത്ത് കാട്ടാന. നിലമ്പൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ആക്രമണം ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങും വഴി. കണ്ണൂരിൽ തെരുവുനായ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കുട്ടിയുടെ വസ്ത്രങ്ങൾ തെരുവുനായ കടിച്ചു കീറി. ദിവസം പിന്നിട്ട് മുനമ്പം സമരം അവസാനിപ്പിക്കുന്നു. പ്രഖ്യാപനം വൈകിട്ട്. രാഷ്ട്രീയ സാമുദായിക സംഘടനകളെ പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്താനും നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക മൊഴി. തന്ത്രി കണ്ഠര രാജീവർക്കെതിരെ A. പത്മകുമാർ. പോറ്റിയെ ശബരിമലയിലെത്തിച്ചത് കണ്ഠര രാജീവർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് കാലാവധി നീട്ടി. ശബരിമലയിൽ റെക്കോർഡ് വരുമാനം. 8 ദിവസത്തിനുള്ളിൽ ലഭിച്ചത് 55 കോടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ AICCക്ക് പരാതി. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്ന ആവശ്യം. ഇരയെ നേരിൽ കണ്ട് ചർച്ച ചെയ്യണം. സ്ത്രീപക്ഷ നിലപാടുകളിൽ പാർട്ടിക്ക് ഇരട്ടത്താപ്പെന്ന സംശയം നീക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സജന. ഹോങ്കോങ് തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 44ആയി. 300 പേരെ കാണാതായി. 3 പേർ അറസ്റ്റിൽ. അമേരിക്കയിൽ വൈറ്റ് ഹൌസിന് സമീപം വെടിവയ്പ്. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. അക്രമി അഫ്ഗാൻ സ്വദേശിയെന്ന് സൂചന. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി.